വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് അടുക്കള വന്നു. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞു. അതിൽ കഴിയാവുന്നവർ കുറെ നേരം നോക്കി നിൽക്കുകയാണ്. കുട്ടിയോട് പോയിക്കോ, നിന്റെ വീട്ടിൽ നീ കയറണ്ടെന്ന് പറഞ്ഞ് ഉമ്മ ഇറക്കി വിടുകയാണ്. കുട്ടി പോണില്ല, കുട്ടി അവിടെ തന്നെ ഇരുന്നു. കുറെ നേരം വാതിലിക്കരുന്ന് കരഞ്ഞൊരു വഴിക്കെത്തിയപ്പോ ഉമ്മ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. കുട്ടിനെ കൂട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറയണം, മോനെ, ഞാൻ പറഞ്ഞത് കേൾക്കാത്തോണ്ടല്ലേ ഞാൻ നിന്നെ ഇറക്കി വിട്ടത്, നീ എന്റെ മോനാണ്, എന്റെ മോൻ എവിടെയും പോകണ്ട, എന്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ഉമ്മ കുട്ടിനെ തിരിച്ചു വിളിക്കുക. ഒരു മഹാൻ പറഞ്ഞു, വല്ലാഹി ലൗ സബറ അന്നാസു അലാ ബാബില്ലാഹ് ലഫതഹഹാ ലഹും. അല്ലാഹു പറഞ്ഞു, വല്ലാഹി ലൗ സബറ അന്നാസു അലാ ബാബില്ലാഹ് ലഫതഹഹാ ലഹും. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അള്ളാഹിന്റെ വാതിൽക്കൽ ജനങ്ങളെങ്ങാനും ഇങ്ങനെ ക്ഷമിച്ചുകൂടാൻ തയ്യാറാണെങ്കിൽ ആ വാതിൽ അള്ളാഹ് തുറന്നു കൊടുത്തേനെ. നമുക്കൊരു സമയം കിട്ടൂല, നമസ്കാരം എണീറ്റ് ഓടണം, നമുക്ക് വേറെ പല പരിപാടികളുണ്ട്. അതിലും വലുത് അതാണ്. നമുക്ക് തോന്നുകയാണ് ആരാധനയെക്കാളും വലുത് എന്താ ലോകത്തുള്ളത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എന്നുവെച്ചാൽ മുഴുവൻ സമയം പള്ളിയിരിക്കണം എന്നല്ല പറഞ്ഞത്. നമ്മുടെ ആരാധനയ്ക്ക് ആസ്വാദനത്തിന്റെ ഒരു അവസരം കൊടുക്കണം. ഇബാദത്തിന് അങ്ങനെ ഒരു രുചിയുണ്ട്. അത് സമയം എടുത്തിട്ട് ചെയ്യണം. ധൃതി പിടിച്ച് കുട്ടി പറഞ്ഞാൽ കിട്ടൂല. അത് അള്ളാഹുവിന്റെ വാതിൽക്കൽ ഈ കുട്ടി ഉമ്മാന്റെ വാതിൽക്കൽ കിടന്ന പോലെ ജനങ്ങൾ അള്ളാഹുന്റെ വാതിൽക്കൽ കിടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അള്ളാഹു വിൽ ഓപ്പൺ ഹിസ് ഡോർ ഫോർ ദം. അള്ളാഹു തുറന്നിട്ടുണ്ടാവും വാതില്. പക്ഷെ നമ്മൾ അത്ര ഇരിക്കണില്ല. നമ്മൾ ഇറങ്ങിപ്പോരാണ്, തുറക്കൂലേ, പോവാ. അങ്ങനെയല്ല, നിങ്ങൾ അവിടെ ഇരിക്കണം, കുത്തിയിരിക്കണം. ഞാൻ അവിടെ നിന്നാണ് ക്ഷമ പഠിച്ചത് എന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി തസവ്വുഫിന്റെ ലോകത്ത് അറിയപ്പെട്ട മഹാനാണ് ഫുദൈൽ ഇബ്നു ഇയാദ്.